ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. ഹായ്. സോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബാൾട്ടി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വളരെ അണ്ടർ റേറ്റഡ് ആവാൻ സാധ്യതയുള്ള പടമാണ്. കാരണം കാന്താര റിലീസ് ആവുന്നുണ്ട്, അതിന്റെ കൂടെ ലോക്കർ നന്നായിട്ട് ഓടുന്നുണ്ട്. സോ ഇത് രണ്ടിന്റെ ഇടയിൽ കൂടെ ഈ ബാൾട്ടി ഇല്ലാണ്ടായി പോകുന്ന ഒരു പേടിയുണ്ട്. ഇത് പടം തിയേറ്ററിൽ പോയി കാണണം, അത്രയും നല്ല പടമാണ്. സ്പോർട്സ് ആക്ഷൻ മൂവി എന്നുള്ള കാറ്റഗറിയിൽ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ഡൗട്ടാണ്. സെക്കൻഡ് ഹാഫിൽ കഥേന്റെ ഒരു ഇതിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് ഹാഫ് ഒക്കെ പട്ട എന്ന് പടം പോകും. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ച് ഡിലേ ഇല്ല, പക്ഷേ ആ സ്റ്റോറിന്റെ മെയിനും ഒക്കെ ആ സെക്കൻഡ് ഹാഫിലോട്ടേക്ക് നമുക്ക് ആ പടം കാണുമ്പോൾ നമുക്ക് ഇത് എങ്ങോട്ടാ പോണെന്നുള്ളത് ഏകദേശം മനസ്സിലാവും. ഇത് ഡയറക്റ്റ് ചെയ്തത് ആരാ? ഉണ്ണി ശിവലിംഗം. കഥ എഴുതിയതും പുള്ളിയാണ്. മ്യൂസിക് നമ്മുടെ മറ്റേ സായില്ലേ, ആ പാട്ട് ഏതായിരുന്നു ചേരാ, നീ എന്നാല് ആ പാട്ടിലെ മ്യൂസിക് നല്ല കിട്ടലായിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ഇഷ്ടം. ഇനി സിനിമയിലെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷൈനികം ഹിഡൻ ജമ്മാണ്. പുള്ളിക്ക് ഈ ക്യാരക്ടർ നന്നായിട്ട് ആ ക്യാരക്ടർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ശതമാനം പോലും നമുക്ക് ബോറായി തോന്നില്ല. ക്ലൈമാക്സിലൊക്കെ മോനെ ഷൈനിന്റെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. പൊന്നു മോനെ, വേറെ ലെവൽ ഇമോഷനാണ്. പുള്ളീന്റെ അഭിനയത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അൽഫോൺസോ പുത്രൻ, ഓ മാൻ, ഞാൻ തിയേറ്ററിൽ നിന്ന് പുള്ളീന്റെ ഓരോ കൗണ്ടർ കേൾക്കുമ്പോ ഉണ്ടല്ലോ, പുള്ളി ഇനി അഭിനയിക്കാൻ നല്ലതെന്ന് തോന്നുന്നു. പുള്ളീന്റെ ടെൻഷന്റെ ചേട്ടൻ നമ്മുടെ സെൽവരാഘവൻ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തമിഴ് ഡയറക്ടർ, പുള്ളിയാണ് ഇതിലെ വില്ലൻ. ഐ മീൻ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, സ്പോയിലർ അല്ല, കിട്ടില്ല വില്ലൻ, സൂപ്പർ. ഐ മീൻ പുള്ളിയുടെ ക്ലൈമാക്സിൽ നമുക്കുണ്ടല്ലോ, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പൂർണിമ ഇന്ദ്രജിത്ത്, പുള്ളിക്കാരി ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ആ പുള്ളിക്കാരുടെ റോള് നല്ല വൃത്തിക്ക് ചെയ്തിട്ട് പുള്ളിക്കാരി പോയി. പിന്നെ ഇതില് നമ്മുടെ ശാന്തനു ഭയ, ഇതില് ഏഞ്ചൽ ജോണോ, മറ്റേ മോഹൻലാലിന്റെ പണ്ടത്തെ ഞാൻ ടീം കണ്ട പടം, പുള്ളി ഈ പടത്തിലുണ്ട്. പുള്ളി ഈ പടത്തിൽ അത്യാവശ്യം അഭിനയിച്ചിട്ട് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് മെയിൻ റോളിലുള്ള കഥാപാത്രം. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ടൈം വാച്ചബിൾ, മേ ബി 2 ടൈം വാച്ച്. മോശമല്ല. ഇത് എല്ലാ ഓഡിയൻസിനും തൃപ്തിപ്പെടാൻ സാധ്യതയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറയാൻ വിട്ട് ഫൈറ്റ് സീക്വൻസ് വേറെ. ഐ മീൻ ഈ പടത്തിലെ ഫൈറ്റ് സീക്വൻസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ സിനിമയിലെ ഫൈറ്റ് സിംഗിൾ ഷോട്ട് ആയിട്ട് നമുക്ക് തോന്നും. ചില സീനുകളൊക്കെ ആ ക്യാൻറ്റീനിലൊക്കെ ഫൈറ്റ് സിംഗിൾ ഷോട്ട്, അത് പറയുന്ന പോലെ എളുപ്പമല്ല സിംഗിൾ ഷോട്ട് ആയിട്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കട്ട് ചെയ്തിട്ടില്ല ആ ഫൈറ്റ്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ക്യാമറയിൽ അഭിനയിക്കണമല്ലോ. മറ്റ് ഓരോ കട്ട് ഇത് സിംഗിൾ ഷോട്ട് ആയിട്ട് എല്ലാ ക്യാരക്ടേഴ്സും, ഇതിലെ എല്ലാ സ്റ്റാർ കാസ്റ്റും, ഇതിൽ 4 പേരാണ് മെയിൻ ആയിട്ട്. ഈ 4 പേരും ഫൈറ്റ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫൈറ്റ്സും ഈ പടത്തിലെ മെയിൻ ഹൈലൈറ്റ് ഫൈറ്റ് സീനാണ്. ഫൈറ്റ് വേറെ ലെവലാണ്. സോ ഈ പടത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ല പടമാണ്. വീഡിയോ വരെ ഭയങ്കര ലേറ്റ് ആയി. ഈ വീഡിയോ ഞാൻ ഇപ്പോഴാണുള്ള കാരണം ഇപ്പം കാന്താര റിലീസ് ആയിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ ലോക്ക് ഓടുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ പടം ആരും മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടാൽ. ഇത്ര പേര് കാണുന്നത് എനിക്ക് അറിയില്ല. ചില എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറയാണ്. ബാൾട്ടി ഈസ് വൺ ഓഫ് എ ഗുഡ് മൂവി. റീസെന്റ് ഞാൻ കണ്ടതിൽ നല്ലൊരു പടമാണ്. യു മസ്റ്റ് വാച്ച് this movie in theater. OTT കണ്ടിട്ട് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. You decide guys. I love the movie. Bye bye.